അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവിനോട് എന്റെ സങ്കേതം, എന്റെ കോട്ടയിൽ ഞാൻ ആശ്രയിക്കുന്നത് എന്റെ ദൈവമെന്ന് പറയും. അവിടെ എന്റെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മക്കാമായി നിരീക്ഷിക്കും. തന്റെ തോലുകൊണ്ട് അവനെ നീ മറിച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരനെയും പകൽ പറക്കുന്ന അസത്തെ നീ ഭയപ്പെടേണ്ട. ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരിയെ നട്ടിച്ചെക്കുന്ന വിനാശത്തെ നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളായിരം മനുഷ്യനെയും നിന്റെ വലതുവശം 10,000 എങ്കിലും നിനക്ക് ഒരൽപ്പം സംഭവിക്കുകയില്ല. ദുഷ്ടന്റെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു വർദ്ധിക്കുന്നതിനെ വാസം വർഷിച്ചതിന്മേ വരികയില്ല. ഒരനുഭവം നിന്റെ കൂടാതെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ കാത്തുപാലിക്കാൻ അവർ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെ അണലിനെ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെ സർപ്പത്തെ നീ ചവിട്ടി മരിക്കും. അവർ സ്നേഹത്തിനോടൊട്ടുന്നതിനെ ഞാൻ രക്ഷിക്കും. അവനെ ഞാൻ അവനെ സംരക്ഷിക്കും. അവനെ രക്ഷിക്കുമ്പോൾ ഞാൻ മുദ്രകരണം. അവന്റെ കഷ്ടതയും ഞാനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സ് നൽകി ഞാൻ അവനെ സമൃദ്ധനാക്കും. എന്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ സംസർഗവും നിങ്ങളോടുകൂടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കുഞ്ഞിന് ജ്ഞാനസ്നാനം എന്ന കൂദാശ നൽകാൻ പോവുകയാണ്. വിവേചന ശക്തി പൂർണ്ണമായി ലഭിച്ചിട്ടില്ലാത്ത ഈ കുഞ്ഞിന് ഈ കൂദാശ നൽകുമ്പോൾ ഈ കുഞ്ഞിനെ വിശ്വാസത്തിൽ വളർത്തുവാനുള്ള വലിയ ഉത്തരവാദിത്വം മാതാപിതാക്കളും ജ്ഞാനമാതാപിതാക്കളും അതോടൊപ്പം മറ്റു ബന്ധുമിത്രങ്ങളും ഏറ്റെടുക്കുകയാണ്. ഈ കർമ്മത്തിന് മുന്നോടിയായി ഞാൻ ചോദിക്കുന്ന ആദ്യത്തെ 3 ചോദ്യങ്ങൾക്ക് മാതാപിതാക്കളും 4ാമത്തെ ചോദ്യത്തിന് ജ്ഞാനമാതാപിതാക്കളും ഉത്തരം പറയണം. നിങ്ങളുടെ കുഞ്ഞിന് എന്ത് പേരിടാൻ ആഗ്രഹിക്കുന്നു? ഒന്നുകൂടി പറഞ്ഞേ. എൻസിയോ ആലിസൺ. ഈ കുഞ്ഞിന് വേണ്ടി ഇപ്പോൾ നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത്? ഈ കുഞ്ഞിന് ജ്ഞാനസ്നാനം നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇവനെ വിശ്വാസത്തിൽ വളർത്തുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. ക്രിസ്തുനാഥൻ പഠിപ്പിച്ചതുപോലെ ദൈവത്തെയും അയൽക്കാരനെയും സ്നേഹിച്ച് ദൈവപ്രമാണങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുവാൻ ഇവനെ സഹായിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാകുന്നു. നിങ്ങൾ ഏറ്റെടുക്കുന്ന ചുമതലയുടെ ഗൗരവം നിങ്ങൾക്ക് അറിയാമോ? ക്രൈസ്തവ മാതാപിതാക്കന്മാർ എന്ന നിലയിൽ തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുവാൻ ഈ മാതാപിതാക്കന്മാരെ സഹായിക്കുന്നതിന് ജ്ഞാനമാതാപിതാക്കളായി നിങ്ങൾ സന്നദ്ധരാണ്. പ്രിയ കുഞ്ഞെ, അത്യന്ത സന്തോഷത്തോടു കൂടെയാണ് ക്രൈസ്തവ സമൂഹം നിന്നെ സ്വാഗതം ചെയ്യുന്നത്.
ഞാൻ ഈ സമൂഹത്തിൻ്റെ നാമത്തിൽ നിന്നെ കുരിശടയാളത്താൽ രക്ഷിതാവായ ക്രിസ്തുവിന് ഉടമപ്പെടുത്തുന്നു. ഇതാ നിൻ്റെ നെറ്റിത്തടത്തിൽ ഞാൻ കുരിശ് വരയ്ക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനായി നിൻ്റെ മാതാപിതാക്കന്മാരെയും ജ്ഞാനമാതാപിതാക്കളെയും അപ്പൂപ്പനെയും അമ്മൂമ്മയും ക്ഷണിക്കുന്നു. ജ്ഞാനമാതാപിതാക്കൾ ഇട്ട് കൊടുത്തോ. ഗ്രാൻഡ് പാരൻസ് വന്നിട്ട് കൊടുത്തേക്ക്. മത്തായിയുടെ സുവിശേഷത്തിനുള്ള ഒരു വചനഭാഗമാണ് നാം ഇപ്പോൾ ശ്രവിക്കുക. അക്കാലത്ത് യേശു ശിഷ്യന്മാരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർ ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ഈ വചനഭാഗത്ത് ശ്രവിച്ച പോലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മൾ ഈ കുഞ്ഞിന് ജ്ഞാനസ്നാനം നൽകാൻ പോവുകയാണ്. യേശു ജ്ഞാനസ്നാനം നൽകാൻ മാത്രമല്ല പറഞ്ഞത്, കൂടെ ഞാൻ കൽപ്പിച്ചതെല്ലാം അഭ്യസിക്കാൻ, അനുഷ്ഠിക്കാൻ അവരെ അഭ്യസിപ്പിക്കുമെന്നൂടി പറയുന്നുണ്ട്. കുഞ്ഞിനെ വിശ്വാസത്തിൽ വളർത്തണമെന്ന് സാരം. അത് മാതാപിതാക്കളും ജ്ഞാനമാതാപിതാക്കളും കുടുംബത്തിലുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചിരി വരും. കുഞ്ഞിനെ എന്ത് വിശ്വാസം പഠിപ്പിക്കാനാണെന്ന് ആദ്യം ചിന്തിക്കുക. കുഞ്ഞിൻ്റെ അമ്മ ആരാണെന്ന് ആരും പഠിപ്പിച്ചു കൊടുത്തില്ല. കുഞ്ഞ് സ്വന്തമായിട്ട് തിരിച്ചറിഞ്ഞു കുഞ്ഞിൻ്റെ അമ്മനെ. കുഞ്ഞിൻ്റെ അപ്പനാരാണെന്ന് ഇതിനെ കുഞ്ഞിനറിയാം. കുഞ്ഞിൻ്റെ അടുത്തുള്ള ബന്ധുക്കളെ കുഞ്ഞിനെ തിരിച്ചറിയാം. അത് കുഞ്ഞ് ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞ് ഈ പ്രായത്തിൽ തന്നെ ഈശോയും പരിചയപ്പെടും, പള്ളിയും പരിചയപ്പെടും, അച്ഛന്മാരെയും പരിചയപ്പെടും. പക്ഷെ പരിചയപ്പെടുത്തണം. കുഞ്ഞിനെ പള്ളിയിൽ കൊണ്ടുപോകാതിരുന്ന കുഞ്ഞൊരിക്കലും അത് പരിചയപ്പെടില്ല. മറിച്ച് മാതാപിതാക്കൾ എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, അത് കുഞ്ഞ് കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ മുന്നിൽ കാണുന്ന കാഴ്ചകൾ, കേൾക്കുന്ന സ്വരങ്ങൾ, കുഞ്ഞിൻ്റെ ശരീരത്തിലുള്ള സ്പർശനങ്ങൾ എല്ലാം കുഞ്ഞിന് ആത്മധൈര്യവും വിശ്വാസവും നൽകുന്നതായിരിക്കണം. തമാശക്ക് പോലും കുഞ്ഞിനെ പേടിപ്പിക്കാൻ കോക്കായി വന്നെന്നോ അയാൾ വന്നെന്നോ ഇയാൾ വന്നെന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും ഭയത്തിൻ്റെതായ ചിന്തകൾ, അനുഭവങ്ങൾ കുഞ്ഞിന് കൊടുക്കരുത്. മറിച്ച് പോസിറ്റീവായിട്ട് സ്നേഹത്തിൻ്റെയൊക്കെ അനുഭവങ്ങൾ കൊടുക്കാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക. കുഞ്ഞിന് അത്ര സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അടുത്ത കർമ്മത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് കർത്താവിൻ്റെ കൃപയുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരരെ, ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ പോകുന്ന ശിശുവിനെയും അവൻ്റെ മാതാപിതാക്കന്മാർ, ജ്ഞാനപിതാക്കൾ എന്നിവരെയും ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാവരെയും കാരുണ്യം കടാക്ഷിക്കുവാൻ കർത്താവായ ദൈവത്തോട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. അങ്ങയുടെ മഹിമേറിയ മരണത്തിൻ്റെ ഉയർപ്പിൻ്റെ ദിവരസത്താൽ ജ്ഞാനസ്നാന വഴി നവജീവനരുളി ഈ കുഞ്ഞിനെ ഉദീപ്തനാക്കി അങ്ങയുടെ വിശുദ്ധ ബലിയിൽ അംഗമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനസ്നാനവും ശരീരലേപനവും വഴി സുവിശേഷ സാക്ഷിയായി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കന്മാരുടെയും ജ്ഞാനമാതാപിതാക്കളുടെയും ജീവിതം ഈ കുഞ്ഞിനെ ക്രിസ്തു വിശ്വാസത്തിൻ്റെ ഉത്തമ മാതൃകയായിരിക്കുവാൻ കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവൻ്റെ കുടുംബത്തെ അങ്ങയുടെ സ്നേഹത്തിൽ എന്നും നിലനിർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, സകല വിശുദ്ധരെ, സർവശക്തനിത്യനുമായ ദൈവമേ, ദുർഭൂതങ്ങളെ ഉച്ചാടനം ചെയ്യുന്നതിനും മനുഷ്യൻ അന്ധകാരത്തിൽ അകറ്റി അങ്ങയുടെ പ്രകാശപൂർണ്ണ രാജ്യത്തിൽ ആനയിക്കുന്നതിനുമായി അങ്ങയുടെ ഏകജാതന ലോകത്തിലേക്ക് അയച്ചുവല്ലോ. ഈ ശിശുവിനെ ഉത്ഭവഭാവത്തിന് മോചിപ്പിച്ച് അങ്ങയുടെ മഹിമ നിറഞ്ഞ ആലയമാക്കണമേ. ഇവനിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ അയക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുളണമേ. നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ രക്ഷാകരമായ തൈലം കൊണ്ട് നിന്നെ ഞാൻ അഭിഷേകം ചെയ്യുന്നു. അവിടുത്തെ ചൈതന്യം നിന്നെ ശക്തിപ്പെടുത്തുമാറാകട്ടെ. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരുളണമേ. ഈ കുഞ്ഞ് ജ്ഞാനസ്നാനം നൽകുന്നതിന് മുമ്പായി ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ട് നാം എല്ലാവരും നമ്മുടെ ജ്ഞാനസ്നാന വ്രതം പുതുക്കേണ്ടതാണ്. എൻ്റെ ചോദ്യത്തിന് അനുയോജ്യമായ രീതിയിൽ ഉത്തരം പറയുക. നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? അവൻ്റെ സകല ദുഷ്കർമ്മങ്ങളും ഉപേക്ഷിക്കുന്നുവോ? അവൻ്റെ എല്ലാ ആർഭാടങ്ങളും ഉപേക്ഷിക്കുന്നുവോ? ആകാശത്തിൻ്റെയും ഭൂമിയുടെ സൃഷ്ടാവും സർവശക്തനും പിതാവുമായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവിടുത്തെ ഏകപുത്രനും പരിശുദ്ധമറിയത്തിനും ജനിച്ച് പീഡകൾ അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ?
പരിശുദ്ധാത്മാവിലും വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാവമോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യായുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇതാണ് നമ്മുടെ വിശ്വാസം. ഇത് തന്നെ സഭയുടെ വിശ്വാസവും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രഖ്യാപിക്കുന്നതിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു. എൻസിയോൺ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ സ്നാനപ്പെടുത്തുന്നു. തുറച്ചു കൊടുത്തു. ഇത്രയും വെള്ളം മതി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവും സർവശക്തനുമായ ദൈവം നിന്നെ പാപത്തിൽ നിന്ന് മോചിക്കുകയും ജലത്താലും പരിശുദ്ധാത്മാവിനാലും നവജീവൻ നൽകി ദൈവജന സമൂഹത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. പുരോഹിതനും പ്രവാചകനും രാജാവുമായി അഭിഷേകം ചെയ്യപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അംഗമായി ജീവിച്ച് നിത്യായുസ്സ് പ്രാപിക്കുവാൻ പിതാവായ ദൈവം നിന്നെ രക്ഷയുടെ പ്രതിഷ്ഠാ തൈലം കൊണ്ട് ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നു. മകനെ, നീ ഇപ്പോൾ ഒരു പുതിയ സൃഷ്ടിയാണ്. നീ ക്രിസ്തുവിന് വസ്ത്രമായി അണിഞ്ഞിരിക്കുന്നു. ഈ വെള്ളവസ്ത്രം നിനക്ക് ക്രൈസ്ത പദവിയുടെ ബാക്കി ചിഹ്നമായിരിക്കട്ടെ. ബന്ധുമിത്രാദികളുടെ ഉപദേശത്താലും ജീവിത മാതൃകയാലും പ്രചോദിതനായി മഹിമേറിയ പദവി മലിനപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ച് നിത്യസൗഭാഗ്യത്തിന് അർഹനാകുക. ക്രിസ്തുവിൻ്റെ പ്രകാശം സ്വീകരിക്കുവാൻ. മാതാപിതാക്കന്മാരെ, ജ്ഞാനപിതാക്കളെ, ഈ ദീപം ഒരിക്കലും പൊലിയാതെ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞ് ക്രിസ്തുവിനാൽ പ്രകാശിതനാണ്. അവനൊന്നും വെളിച്ചത്തിൻ്റെ മകനായി ജീവിക്കേണ്ടവനാണ്. വിശ്വാസത്തിൻ്റെ ദീപം അവൻ്റെ ഹൃദയത്തിൽ തിളങ്ങട്ടെ. ദിവ്യനാഥൻ വരുമ്പോൾ സ്വർഗസ്ഥ എല്ലാ വിശുദ്ധരോടുമൊത്ത് അവിടുത്തെ എതിരേൽക്കുവാൻ അവന് ഭാഗ്യം ലഭിക്കട്ടെ. കൃഷ്ണനാഥൻ ബദിരന് കേൾവിയും ഊമന് സംസാര ശക്തിയും നൽകി. അവിടുത്തെ വചനം കേൾക്കുന്നതിന് നിൻ്റെ ചെവികളെയും പിതാവായ ദൈവത്തിന് സ്തുതിക്കും മഹിമയ്ക്കുമായി വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് നിൻ്റെ അധരങ്ങളെയും അവിടുന്ന് സ്പർശിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പൂജിതമാകണമേ. രാജ്യം വരണമേ. തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അവിടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. രക്ഷകനായ ക്രിസ്തു കന്യാമറിയത്തിലും ജാതനാകുവാൻ ദൈവം തിരുമനസ്സായി. ക്രിസ്തു വഴി തങ്ങളുടെ സന്താനങ്ങൾക്ക് നിത്യായുസ്സ് ലഭിക്കുമെന്ന പ്രത്യാശ ക്രൈസ്തവ മാതാക്കൾ ആനന്ദമുളവാക്കുന്നു. സന്താനലബ്ധിക്ക് ദൈവത്തിന് നന്ദി പറയുന്ന ഈ അമ്മ മകനോടുകൂടി കർത്താവായ ക്രിസ്തു വഴി ദൈവത്തെ അനവരതം സ്തുതിക്കുവാൻ ഇടവരികയും ചെയ്യുമാറാകട്ടെ. ഭൗമികവും സ്വർഗീയവുമായ ജീവൻ്റെ ഉറവിടമായ ദൈവം ഈ കുഞ്ഞിൻ്റെ പിതാവിനെ അനുഗ്രഹിക്കട്ടെ. ഉപദേശവും ജീവിത മാതൃകയും വഴി ഭാര്യയോടുകൂടി മകനെ ഏറ്റവും നല്ല വിശ്വാസ പ്രബോധകരായി ക്രിസ്തവിശ്വാസത്തെ വളർത്തുവാനും ദൈവം ഈ പിതാവിനെ അനുഗ്രഹിക്കട്ടെ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും നമുക്ക് പുതുജന്മം നൽകിയ സർവശക്തനായ ദൈവം അവിടുത്തെ വിശ്വസ്ത മക്കളായ നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ലഭിച്ച ആധ്യാത്മിക ജീവൻ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരിലും അവിടുത്തെ സമാധാനം നമ്മുടെ കർത്താവായ ക്രിസ്തുവിൽ അവിടുന്ന് വർഷിക്കുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Question in my mind, you are worth more
മണ്ണിലെ ചിത്രമാകുന്നു എന്നിലെ പൊന്മയിൽ പീലി നീർത്തുന്നു വെറുതെ നീ വരും വീതിയിൽ ഞാനിരിക്കുന്നു നിന്റെ കൺകോപവും ഭംഗി തോന്നുന്നു നിന്റെ കണ്ണാടിയായി വെള്ളി മാറുന്നു മന്ത്രമോ ചൊല്ലൂ മിന്നി മിന്നി കണ്ണു ചിമ്മി നിന്നെ നോക്കി പാവ പോൽ ഞാനിരിപ്പു വിങ്ങി വിങ്ങി ഒന്നു മിണ്ടാൻ ഒന്നടുക്കാൻ ഞാൻ കാത്തേ നിൽപ്പൂ പൂന്തെന്നൽ പോലെ കിളിവാതിലിൽ അഴിനീക്കി നീ വരൂ
this child, I have prayed, and you heard my cry. For this baby, I had faith, and you gave new life. In this moment now I pray, and I vow to you this day, I dedicate this baby back to you. I dedicate myself to train and love them like you do. I will do my part. I will put your word into their heart. I dedicate this baby back to you. You have granted such a trust with this precious gift. With your power, by your love, my all I commit. On the straight and narrow way, for your purposes I say that I dedicate this baby back to you. I dedicate myself to train and love them like you do. I will do my part. I will put your word into their heart. I dedicate this baby back to you. Heartbeats only happen one at a time, one at a time. You can't rush a moment, so don't even try, don't even try. There's a symphony you're missing. If you only listen, you'll find big magic in the mundane, the big picture in a small frame. Everything is sacred when you take time to notice. Big love happens in the small moments. Big love happens in the small moments.
and chasing nickels and dimes, nickels and dimes. Riches all around you. Open your eyes, open your eyes. You can't buy the peace you're after, so don't even try. 'Cause you'll find big magic in the mundane, the big picture in a small frame. Everything is sacred when you take time to notice. Big love happens in the small moments. Big love happens in the small moments. Feel the sun on your face. Bare feet on the ground. I know you'll see beautiful things if you look around, yeah. Just look around and you'll find big magic in the mundane, the big picture in a small frame. Everything is sacred